നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. റീൽസ് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ റിയാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ പറയണമെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു സ്പൂഫ് വീഡിയോ ഉണ്ടാക്കി അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ചാനൽ ചെയ്തിട്ടുള്ളത് റീൽസ് റിയാക്ഷനാണ്. സാധാരണ റീൽസ് റിയാക്ഷൻ ഞാൻ ചെയ്യാറുള്ളത് ബാക്കിയുള്ളവരുടെ കണ്ടന്റ് റീൽസിൽ നിന്ന് എടുത്ത് അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാറാണ് പതിവ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2025 റിലീസാവും. ആവുമെങ്കിൽ തന്നെ അതിൻ്റെ സെക്കൻഡ് ട്രെയിലർ ഇതല്ല. പിന്നെ സംസാരിക്കാൻ പോകുന്നത് ബാറ്ററിയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ തമ്മിലിൽ ഒരു വിഷയം കൊടുത്തു. 2018 സമയത്താണ് യൂട്യൂബ് കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആയിരുന്നു ഒരു ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ ആ സമയത്ത് ട്രെൻഡിങ് ആയി നിന്നിട്ടുള്ളൊരു നീഷായിരുന്നു ടെക്. അപ്പോൾ എനിക്ക് കുറച്ച് ടെക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടെക് ചാനൽ അങ്ങ് തുടങ്ങി. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ ചാനലുള്ള വീഡിയോസാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കട്ട ക്രിഞ്ചായിരിക്കും അത് മൊത്തം. ഏകദേശം എനിക്കൊരു 17-16 വയസ്സുള്ളപ്പോഴാണ് ഞാനതിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള ഈ ചാനൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നീ നല്ലോണം ചെയ്യുന്നുണ്ട്, നീ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെന്ന് ആരും കണ്ടാൽ പറയത്തില്ല എന്ന്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയനൊക്കെ പിറകെ നിന്ന് ചിരിക്കുന്നുണ്ട് എൻ്റെ പഴയ ചാനലിനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ. സോ കുറേ നാളായി ഞാൻ ആ ചാനലിലെ വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ആരും യൂട്യൂബിലൊന്നും പോയി നോക്കണ്ട, അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഞാൻ എല്ലാം അൺലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ചാനലിൻ്റെ പേരെല്ലാം ഞാൻ റിവീൽ ചെയ്യാം. എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് എത്തിയ ചാനലിൻ്റെ പേര് റിവീൽ. സോ ആദ്യം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് മുഖമൊന്നുമില്ല, ഫേസ് ഒന്നുമില്ല. രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഫേസ് ഉണ്ട്. അപ്പം അത് കണ്ടു നോക്കാം. വൈ യു ആർ അഡിക്റ്റഡ് ടു ക്ലാഷ് ഓഫ് ക്ലാൻസ്. അന്നത്തെ ട്രെൻഡിങ് ഗെയിം ആയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആവുമെന്ന് പറഞ്ഞിട്ടതാണ്. 100 വ്യൂം കണ്ട കിട്ടിയത്. 142 വ്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആഡ് വരുന്നതാ. മോണിറ്റൈസേഷൻ ഓണായിട്ടില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് കിട്ടിയില്ല. യൂട്യൂബ് എന്നെ പറ്റിച്ചു തുടങ്ങി. നിങ്ങൾ എന്തുകൊണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസിന് അടിമകളായി എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻട്രോ ഒക്കെ ഉണ്ടോ? ഇതെന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി. എന്റെ കിളിയുടെ കളകളാരമൊക്കെ കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. ഒരു മൈക്കുണ്ട്. ഇത് അന്ന് 135 രൂപയ്ക്ക് കണ്ടെന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ മൈക്ക് അതല്ല, ഇതെൻ്റെ ചേട്ടൻ വാങ്ങിച്ചു തന്ന മൈക്കാണ്. ഇതിൻ്റെ വിലയുണ്ട്. എൻ്റെ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് ഊളത്തിരച്ചെന്ന് പറഞ്ഞാലും ദാറ്റ്സ് ഗ്രേറ്റ്. ടാർഗറ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ടെററിസ്റ്റ് സൈബർ വേൾഡ്. ദാറ്റ്സ് ഗ്രേറ്റ് സർ. ചേട്ടൻ പറയും അങ്ങനെ വാങ്ങിച്ചു തന്നെയാണ് ഈ മൈക്ക്. ഈ വീഡിയോയിലുള്ള ഫേസ് നിങ്ങൾ നോക്കിയാണ് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന്. ഫേഷ്യൽ ഹെയർ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് മുടി ഹെയർ ലൈൻ ഇത്രയുണ്ട് ഈ വീഡിയോയിൽ. അപ്പം ആ മുടി മൊത്തം കയറിപ്പോയി തുടങ്ങി. വയസ്സായി. ബാക്കി കാണാം. ആദ്യത്തെ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് കാണാം. മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഇതേപോലെയുള്ള ടെക് ന്യൂസ് വേണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അനേബിൾ ചെയ്യുക. അപ്പോൾ തന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫൈ ആകുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസിനെ പറ്റി സംസാരിക്കാം. ഈ ഗെയിം വരുന്നത് 2012 പോകാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും. അതാണ് അഡിക്ഷന്റെ രണ്ടാമത്തെ സിമ്പൽ. മൂന്നാമത്തെ സിമ്പൽ എന്ന് പറയുന്നത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ ടൗൺ ഹാള്. ഇത് ടെക്നോളജി ചാനലാണ്, അതെ സൈക്കോളജി ചാനലാണ്. എനിക്കറിയാൻ പറ്റുള്ളൂ. അന്ന് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. 11 വരെ എത്തണം എന്ന് പറഞ്ഞ് നിങ്ങൾ കളിക്കുന്നു. അന്ന് 11, ഇന്നിപ്പോ എത്ര ഉണ്ടെന്ന് അറിയാമേ. 10-15 ഉണ്ടെന്ന് തോന്നുന്നു. പറ്റൂ. നിങ്ങൾക്ക് ക്ലാനിൽ കൂടുതൽ വാർ കളിക്കണം. നിങ്ങൾക്ക് ആ തുടങ്ങുന്ന സമയത്ത് തന്നെ വാർ കളിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാനിൽ വളരെ ആക്റ്റീവ് ആയിരിക്കണം. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വില്ലേജ് ആരും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓൺ ആക്കി തന്നെ വെച്ചേക്കും. അതായത് ആ അക്കൗണ്ടിൽ തന്നെ സൈൻ ഇൻ ചെയ്ത് ഓൺ ആക്കി വെച്ചേക്കും. ഇതാണ് 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ അഡിക്ഷൻ വന്നു എന്ന് തെളിയിക്കുന്ന. ബീജിയം കേട്ടോ നിങ്ങള് അല്ലെന്ന് നോക്കണ്ട. ഫേവറേറ്റ് OG യൂട്യൂബ് ബീജിയം. ഈ അഡിക്ഷന്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ 8, 9, 10 സമയത്ത് ക്ലാഷ് ഓഫ് ക്ലാൻസ് അഡിക്റ്റ് ആയിരുന്നു. വെറുതെ അതിരുന്ന് കളിക്കുന്ന. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഒരു എക്സ്പെർട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഭംഗി കൂടെ കാണാം. ഈ
ഗെയിമിലോട്ട് അഡിക്റ്റ് ആവാനുള്ള കാരണം, അതായത് ഞാൻ ഈ ഇതുവരെ കാരണം പറഞ്ഞില്ലേടേ. പറയാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഈ ഗെയിമിന്റെ ഗെയിം പ്ലേ തന്നെയാണ് നിങ്ങളെ ഈ ഗെയിമിലോട്ട് അഡിക്റ്റ് ആയത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യും ഈ ഗെയിം. നിങ്ങളുടെ ബ്രെയിനിൽ ഈ ഗെയിമിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഇതില്ലാതെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും പറ്റില്ലാതാകുന്നു. ഇതൊക്കെയാണ് ഞാൻ ആളുകൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പ്ലീസ് വാച്ച് ബ്രോ എന്നൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. ഇത് പൊട്ടത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ, ഇത് എനിക്കിനി കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. വേറൊരു കിടിലൻ വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ടെക് ചാനലാണല്ലോ, അപ്പം ടെക്കിനെ സംബന്ധിച്ചൊരു വീഡിയോ ഉണ്ട്. വൈ യുവർ ബാറ്ററി ബഡ്ജറ്റ്സ് ഓർ സെൽസ് അപ്പ്, ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊന്ന് ടെറസിന്റെ ഉണ്ടെങ്കിൽ വെച്ചാൽ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അത് തന്നെ. അപ്പൊ തമ്മിലിൽ ഒരു വിഷയം കൊടുത്തിരുന്നു വെച്ചാൽ നിങ്ങളുടെ ബാറ്ററി എന്തുകൊണ്ട് പഠിച്ചായിരുന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഒക്കെ ഇപ്പൊ വെറും ക്രിഞ്ചായിട്ടുണ്ട്. ഇത് അൺലിസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ഇതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി. ഞാൻ ഒരു കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്കും രീതി മറ്റതിനൊക്കെ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ബാറ്ററി ചാർജ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഉറങ്ങാൻ നേരത്ത് ചാർജ് വെച്ചിട്ട് കിടക്കാം. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഒന്നും എഴുതത്തില്ല, വെറുതെ ക്യാമറയും തുറന്നു വെച്ചിട്ട് വായി തോന്നുന്നു വിളിച്ചു പറയുന്നതിനായിരുന്നു എൻ്റെ പണി. അങ്ങനെ J2 ഫോൺ കണ്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കയ്യിൽ. അതിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിലൊരു സാംസങ് കോർ പ്രൈമിൻ്റെ ഒരു കൊച്ചു ഫോൺ കണ്ടുണ്ടായിരുന്നു. അത് എവിടെ പോയാൽ എന്തോ ബാറ്ററിയാണ്. അതായത് നമ്മളെ ഫോണിലൊക്കെ ഒരുവിധം അഡ്വാൻസ്ഡ് ബാറ്ററിയാണ് ഇപ്പോൾ. അപ്പം നമുക്ക് ഉറങ്ങാൻ നേരത്തെ ഫോണൊക്കെ ചാർജ് വെച്ച് കിടന്നുറങ്ങാം. 100% ആകുമ്പം പവർ തനിയെ സ്റ്റോപ്പ് ആയിക്കോളും ബാറ്ററിയിൽ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററി, അതായത് നമ്മൾ ചാർജ് വെക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. അത് ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാനലിൽ. ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ വാങ്ങുമ്പോൾ പറയും 6 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ചാർജിന് വെച്ചിട്ട് ബാറ്ററി. ഇൻസ്റ്റാഗ്രാം ഹാർട്ട് ഹാക്കർ ഇതൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്നില്ല ഇത് ഞാനല്ലത്. ഓക്കെ, ഉപയോഗിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ്. പണ്ടത്തെ ബാറ്ററികളിലൊക്കെയാണ് അങ്ങനെ നമ്മള് ചാർജിനൊക്കെ ഇതിലും ഫെഡറാണ്. അയലൻ വാക്കറിന്റെ ഫാൻ ആയിരുന്നു തോന്നുന്നു. ചാർജിനൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാനുള്ള ബാറ്ററി പണ്ടത്തെ ബാറ്ററീസ് ഒക്കെ. ഇപ്പോഴത്തെ ഒരുവിധമൊക്കെ അഡ്വാൻസ്ഡ് ബാറ്ററീസ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 അല്ലെങ്കിൽ ഒരു 70% ചാർജ് നമ്മൾ വാങ്ങുന്ന ഫോണിൽ ഇപ്പോഴേ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ചാർജിന്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊച്ചുകൂടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കും സ്കൂളിൽ പോകണ്ടേ. പ്രോബബ്ലി ഇതന്ന് കണ്ടവരെ വിചാരം ഇതായിരുന്നിട്ടുണ്ട് എനിക്കൊന്ന് സ്കൂളിൽ പോകണ്ടേന്ന്. അയ്യോ, അവർക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നായിരിക്കില്ല, കേരളം നിന്ന് കത്തും. ഞാൻ ഇപ്പോൾ ഈ ചാനലിൽ വേറെ കുറച്ച് വീഡിയോസൊക്കെ കൂടെ ചെക്ക് ചെയ്ത് നോക്കി ഓഫ് ക്യാമറ. അപ്പോൾ ഐ ആം റാസീൻ എന്നൊക്കെ പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പുള്ളിയൊക്കെ ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബറൊക്കെ ഉള്ള ചാനലായി. ഇത് ഞാൻ കുറച്ച് നാൾ തുടങ്ങി, പിന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ഇല്ലാതെ കണ്ടപ്പം നിർത്തിപ്പോയി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിലൊരു വീഡിയോയ്ക്ക് 84K ഒക്കെ വ്യൂസ് കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ ആലോചിച്ചായിരുന്നു ഈ ചാനൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ അതിൽ വീഡിയോ ഒന്നും ഇട്ടില്ല. അങ്ങനെ അങ്ങ് പോയി. പിന്നെ കോളേജ് കഴിഞ്ഞ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നപ്പോഴാണ് വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ ഈ ചാനൽ തുടങ്ങി. അങ്ങനെയാണ് ഇതിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. സോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ അറിയില്ല എൻ്റെ പഴയ ചാനൽ. എൻ്റെ കൂടെ സ്കൂളിലൊക്കെ നേരത്തെ പഠിച്ചവർക്കേ അറിയാവുള്ളൂ. അവർക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മൊത്തം ഒരു മിസ്റ്ററിയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുത്ത് ബാക്കിയുള്ളൊരു വീഡിയോ കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഒട്ടും മോശക്കാരനല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ബിറ്റ് പേഴ്സണലായി. ഇപ്പോൾ ഞാൻ സാധാരണ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ Q&A വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. എൻ്റെ ഈ ചാനലിൽ ഈ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും നമ്മളെ ചാനലിൽ മെൻഷൻ ചെയ്തൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. സോ ഈ വീഡിയോയിൽ ഞാൻ അതും കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.